ഞാൻ ഇവിടെ ഒരു നീലഭൃങ്ങാതി തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസുകളാണിത്. ഇത് വള്ളി ഉഴിഞ്ഞ, ഇത് കഞ്ഞുണ്ണി, ഇത് പിന്നെ പച്ചനെല്ലിക്ക കുരു കളഞ്ഞ് ജ്യൂസ് അടിച്ചെടുക്കണം, ഇതിൻ്റെ നീര് എടുക്കണം. പിന്നെ 3 ലിറ്റർ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുകയാണ്. ഇപ്പം 2 ലിറ്റർ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. 3 ലിറ്റർ വെളിച്ചെണ്ണ. പിന്നെ കുന്നിക്കുരു കുതിർത്തെടുത്തതാണിത്. ഇത് നീലമരി പൊടിച്ചതാണ്. ഇരട്ടിമധുരം പൊടിച്ചത് കലിക്കൻ ആക്കാൻ വേണ്ടിയിട്ട്. ഇത് തേങ്ങാപ്പാലാണ്. പശുവിൻ പാല്, ആട്ടിൻ പാല്, എരുമപ്പാല്, കർപ്പൂരം ലാസ്റ്റാണ് ഇതൊക്കെ പൊടിച്ചിടുക. ഇത് മുടി കറക്കാനും കണ്ണിന് നല്ല കുളിർമയൊക്കെ ഉണ്ടാവും. അഞ്ജനക്കല്ലാണ് ഇത്. ഈ ഉഴിഞ്ഞയും കഞ്ഞുണ്ണിയും കൂടി നല്ല ചതക്കണം, ഉരലിലിട്ട് ചതച്ചിട്ട് വേവിച്ചിട്ട് അതിൻ്റെ സത്താണ് എടുക്കുക നീലഭൃങ്ങാതി ഉണ്ടാക്കാൻ. എന്നിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഒഴിക്കുക. കഞ്ഞുണ്ണി ഉഴിഞ്ഞൊക്കെ ഇടിക്കാൻ പോവാണ്. ഇടിച്ച് നീരെടുക്കാനേ ചതക്കുകയാണ്. ഇത് നല്ലോണം ചതച്ചിട്ട് തിളപ്പിക്കണം. എന്നിട്ടാണ് ഇതിൻ്റെ സത്ത് എടുക്കുക. നല്ലോണം പിഴിഞ്ഞരിച്ച് എന്നിട്ടാണ് വെളിച്ചെണ്ണ കാച്ചുള്ളൂ. അതിത് വേവിച്ചെടുക്കണം. തുറന്നു നോക്കട്ടെ. ഇപ്പൊ ഇലകളൊക്കെ വെന്തു. പച്ചമരുന്നുകളെ ഇടിച്ച സാധനങ്ങളൊക്കെ വേവിച്ചതാ, നല്ലോണം വെന്തു. ഇതിന്റെ ജ്യൂസാണ് വെളിച്ചെണ്ണയ്ക്ക് ഒഴിക്കാൻ പോണേ. കഞ്ഞുണ്ണി പിന്നെ ഉഴിഞ്ഞ ഇതൊക്കെ ഇടിച്ച് പിഴിഞ്ഞത് നല്ല വേവിക്കണത്. കണ്ടോ, നല്ല വെന്ത്. ഈ ജ്യൂസാണ് എനിക്ക് ഒഴിക്കേണ്ടത്. പിഴിയണ കേട്ടോ, ഈ സത്ത് പിഴിഞ്ഞെടുക്കുകയാണ്. ഞാൻ അവിടെ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഒഴിക്കണ വെളിച്ചെണ്ണയ്ക്ക് ഇതിന്റെ ജ്യൂസ് ഒഴിക്കുകയാണ്. കഞ്ഞുണ്ണി ഒഴിഞ്ഞ ഇത് ജ്യൂസാണ് ഒഴിക്കുന്നത്. ഇതാ തിളക്കട്ടെ. പച്ചമരുന്നുകളൊക്കെ തിളച്ച് മറിഞ്ഞു. ഇതിലേക്ക് നീലമരിയാണ് കേട്ടോ ചേർക്കണേ. നീലമരി ചേർത്തു.
നെല്ലിക്കേന്റെ ജ്യൂസാണ് ചേർക്കണേ. പാല് പിന്നെ കുന്നിക്കുരു അരച്ചത് ചേർക്കും. അപ്പൊ നീലമരിയൊക്കെ ഇട്ട് തിളച്ചിട്ടോ ഉണ്ടല്ലേ. ഇതിലേക്ക് ഇരട്ടിമധുരം കലക്കനാക്കി ഒഴിക്കുക കേട്ടോ. ഇരട്ടിമധുരമാണ് ഒഴിക്കുന്നത്. ഇത് വറ്റി വരണം. തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഈ ഇരട്ടിമധുരവും ഈ ഒട്ടി നിൽക്കണൊക്കെ തന്നെ വെള്ളം കൂട്ടണ്ട വിചാരിച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു. ഇനി 3 പാലും കൂടി ഒഴിക്കാണ്ട് ഒന്നിട്ട് വറ്റട്ടെ. എന്നിട്ട് ഇത് ഇന്നലെ 2 മണിക്ക് തുടങ്ങിയ നീലബൃങ്കാതി ഉണ്ടാക്കണ പണിയൊന്നും ഇപ്പൊ കണ്ടോ ചളി പാകായിട്ടോ. ഞാൻ പണി തീർന്നിട്ടില്ല, ചളി പാകായി. ഇത് മണൽ പരുവാവണം. മണൽ പാകത്തിന് ഇത് പറ്റുള്ളൂ. ഇപ്പൊ 2 ദിവസമായി. ഇത് ഒരാഴ്ചയൊക്കെ പിടിക്കും നീലബൃങ്കാതി ഉണ്ടാക്കാൻ. ഞാൻ ഇങ്ങനെ കണലിൽ ഇങ്ങനെ നീറി വറ്റിക്കുക. പെട്ടെന്ന് ഇങ്ങനെ ആക്കാൻ പറ്റൂല, ഇതിന് സമയം പിടിക്കും. കണ്ടോ ചളി പാകായി കണ്ടോ. ഇത് എത്ര 3 ലിറ്റർ വെള്ളത്തിലാണ് ഈ ഉഴിഞ്ഞ കഞ്ഞുണ്ണി ഇതൊക്കെ വേവിച്ച് അരിച്ച് തേങ്ങാപ്പാല്, പശുവിൻ പാല്, ആട്ടിൻ പാല്, എരുമപ്പാല്, ഈ എന്താ പറയുക കുന്നിക്കുരു പരിപ്പ് ഇതൊക്കെ കിടന്ന് ഇങ്ങനെ വെന്ത് നെല്ലിക്ക ജ്യൂസ് ഒക്കെ വറ്റി വരണ്ടേ. ഉണ്ട് മൂപ്പായിട്ടില്ല, കുറെ സമയം പിടിക്കും. തിളക്കണുള്ളൂ കണ്ടോ. ഇതുവരെ കണലിലാത് അത് ഇത്ര വറ്റിയിട്ടുള്ളൂ. ഇന്നലെ 2 മണിക്ക് തുടങ്ങി. ഇന്ന് സമയം എത്രയായി? 3:15. 3:15 ഇങ്ങനെ ആയിട്ടുള്ളൂ. നല്ല കളറൊക്കെ വന്നു കേട്ടോ. അതെ നല്ല നീല കളറ്. ഇതില് ഇതാണ് നീലബൃങ്കാതിയിലെ കളർ കണ്ടോ. ഇത് നല്ല മയിൽപ്പച്ച കളർ. അപ്പൊ നീലബൃങ്കാതി റെഡി ആയിട്ടോ. അഞ്ഞനക്കല്ലും കർപ്പൂരവും ഒക്കെ പൊടിച്ചിട്ടു അടച്ചു വെക്കട്ടെ. സ്മെല്ല് പോകും കർപ്പൂരത്തിന്റെ. കയ്യിലായിട്ട് നല്ല കളറാ. ഇതാണ് ഇതിന്റെ കലിക്കൻ. ഉണ്ടോ ഇത് മണൽ പാകത്തിനായതുണ്ടോ. മണല് പോരായില്ലേ.
അരിപ്പയ്ക്ക് വരച്ച് ഇങ്ങനെ അടിക്ക് ചാടി വരുന്നുണ്ട്. മണൽ പരുവത്തിലായപ്പോൾ ഇതൊക്കെ എണ്ണയാണ്. നല്ല കളറ് കണ്ടില്ലേ, പച്ച. എനിക്ക് 4 ദിവസമായി അരിച്ച്. നീലിബ്രങ്ങാതി അരിച്ചൊഴിക്കുകയാണ്. ഉണ്ടോ, നല്ല പച്ച കളറ് കണ്ടില്ലേ. ആവുണ്ട്. നല്ല കളറായിരുന്നു, പച്ച കളറായി. വീടത്തെ ആവശ്യത്തിന് ഉണ്ടാക്കിയത്. ഇപ്പൊ കടയിൽ നിന്ന് കാണാൻ ഒരു സംഖ്യക്ക് ഉണ്ടാവും.